Hi friends, welcome to Roshni's vlog. ഇന്ന് നമ്മൾ ക്യാബേജും ചെറുപയറും ചേർത്ത് ഒരു തോരനാണ് വെക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാധനം വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കിനും ഒരു പർപ്പിൾ ക്യാബേജ് കിട്ടി. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരണ്ടിയത് വേണം. പിന്നെ ഒരു സവോള, പിന്നെ കുറച്ച് പച്ചമുളക്. ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം. ചെറുപയർ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ക്യാബേജ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ക്യാബേജിന്റെ പകുതി പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ക്യാബേജ് നല്ലതായിട്ട് നൈസായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചോപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. ഇതിനും ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജിനകത്തോട്ട് തേങ്ങയും സവോളയും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെറുപയർ കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയറിന് കുറച്ച് ഉപ്പ് ചേർത്താണ്, അപ്പം അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി നമുക്കിത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആവിയിലിരുന്ന് അത് വെന്ത് വന്നോളും. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാബേജ് വേവിക്കാൻ വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ക്യാബേജ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കാം. നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ഡിലീഷ്യസ് ആയ നമ്മുടെ പർപ്പിൾ ക്യാബേജ് തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.